ഹലോ. ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും തിരികെ ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ഒരു സൂപ്പർ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. എന്നാലും കേരളത്തിലെ ഒരു 90% ആൾക്കാരും നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇത്. അപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ സ്കിപ്പ് അടിച്ച് പോവുക, അല്ലാത്തവർ വീഡിയോ മുഴുവനായി കാണുക. ചെയ്യുന്ന ട്രാൻസാക്ഷന് തിരികെ ക്യാഷ് ബാക്ക് ലഭിക്കുക എന്നത് മാത്രമല്ല, ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്, ലോൺ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള ഇൻഷുറൻസുകളും എടുക്കാവുന്നതാണ്. നിലവിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, എനിക്കിപ്പോൾ ഇവിടെ ക്യാഷ് ബാക്കായി ലഭിച്ചിരിക്കുന്നത് 925 രൂപയാണ്. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി 3-4 മാസം കൊണ്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഉപയോഗിക്കാൻ വളരെ യൂസർ ഫ്രണ്ട്ലിയും അതുപോലെ നല്ലൊരു ഇന്റർഫേസുമാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ തീം വരുന്നത്. നമ്മളൊക്കെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം അതുപോലെയുള്ള UPI ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവരാണ്. അതിൽ നിന്നും യാതൊരു മാറ്റവുമില്ലാതെ ആ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഇത്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീറോ ഫീ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നമുക്കറിയാലോ, ഗൂഗിൾ പേ, ഫോൺ പേ അതുപോലുള്ള പേടിഎം അങ്ങനെയുള്ള പല ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾ റീചാർജോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ബിൽ പേയ്മെന്റുകളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അവർ 1 രൂപ, 2 രൂപ അതുപോലെ ചെറിയ ചെറിയ ഫീകൾ ഈടാക്കാറുണ്ട്. എന്നാൽ ഈ ആപ്ലിക്കേഷനിൽ അതുപോലുള്ള യാതൊരു ഫീയും തന്നെ ഈടാക്കുന്നതല്ല. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷന് ശേഷവും അവർ ചെറിയൊരു സ്ക്രാച്ച് കാർഡ് ഓഫർ ചെയ്യുന്നതാണ്. ജസ്റ്റ് ആ സ്ക്രാച്ച് കാർഡ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിൽ എത്ര കോയിനാണ് കിട്ടിയിരിക്കുന്നത് ആ ഒരു കോയിൻ നിങ്ങളുടെ മുകളിൽ കാണുന്ന ഗോൾഡൻ കളർ കോയിനിൽ ക്ലിക്ക് ചെയ്തതിനാൽ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ പോയി നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഫെച്ച് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തതിനാൽ സാധാരണ നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്, ഒരു മാറ്റവും വരുന്നില്ല. അത്രയും സിമ്പിളായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. സാധാരണ ഗൂഗിൾ പേ, ഫോൺ പേ ആപ്ലിക്കേഷൻ പോലെ തന്നെ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നിന്നും പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ മൊബൈൽ നമ്പറിലേക്കോ UPIയിലേക്കോ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കോ അങ്ങനെ പല വിധത്തിലും നിങ്ങൾക്ക് ഇതിൽ നിന്നും ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ പലവിധ ബിൽ പേയ്മെന്റ്സുകളും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. മൊബൈൽ റീചാർജ്, ഫാസ്ടാഗ് റീചാർജ്, മൊബൈൽ പോസ്റ്റ് പെയ്ഡ് റീചാർജ്, DTH റീചാർജ്, ബ്രോഡ്ബാൻഡ് ബില്ല്, ലാൻഡ് ലൈൻ ബിൽ, കേബിൾ TV, ഇലക്ട്രിസിറ്റി ബിൽ, ക്രെഡിറ്റ് കാർഡ് ബിൽ, ഫാസ്ടാഗ് റീചാർജ്, അതുപോലെ പല ബില്ലുകളും റീചാർജുകളും നിങ്ങൾക്ക് ഇതിൽ നിന്നും പേ ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷന് മിനിമം 50 കോയിനെങ്കിലും ഇവർ തരുന്നതായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കോയിൻ എന്ന് വെച്ചാൽ 10 പൈസയാണ് വരിക. അങ്ങനെ 10 കോയിൻ വരുമ്പോഴാണ് 1 രൂപയാവുന്നത്. 100 കോയിൻ ആകുമ്പോൾ 10 രൂപ. ഇങ്ങനെയാണ് ഇതിൽ നിന്നും കോയിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് ട്രാൻസാക്ഷന് മാത്രം ഇവർ 50 മുതൽ 1000 കോയിൻ വരെ ഓഫർ ചെയ്യുന്നതാണ്. മിനിമം 50 കോയിനെങ്കിലും കിട്ടിയിരിക്കും. 50 കോയിൻ എന്ന് വെച്ചാൽ 5 രൂപയായി. ഇവിടെ നിങ്ങൾക്ക് കാണാം മിനിമം ലിമിറ്റ് ടു ഗെറ്റ് ക്യാഷ് 50 കോയിൻസ് എന്ന് കാണാം. 50 കോയിൻസ്, അതായത് മിനിമം 50 കോയിൻസ് എങ്കിലും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഗെറ്റ് ക്യാഷ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ആവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽസ് ആയൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം ഒരുവിധം ആൾക്കാരൊക്കെ ഉപയോഗിച്ച് പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നിലവിലിത്. ഈ ആപ്ലിക്കേഷന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോ ആപ്ലിക്കേഷൻ അതുപോലെ അപ്സ്റ്റോക്സ് പോലെയൊക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും അതുപോലെ ഗോൾഡ്, ഡിജിറ്റലായിട്ടുള്ള ഗോൾഡുകൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് കാണുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണിന്റെ ഒരു ഓപ്ഷനാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 700 എങ്കിലും സിവിൽ സ്കോർ ഉള്ളവർക്ക് പെട്ടെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ലോൺ കൊടുക്കുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ വാഹന ഇൻഷുറൻസ്, ഹോം ഇൻഷുറൻസ്, അങ്ങനെ പല ഇൻഷുറുകളും നിങ്ങൾക്ക് ഇതിൽ നിന്നും ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ 3-3.5 മാസമായിട്ട് ഉപയോഗിച്ചു കൊണ്ടുവരികയാണ്. ഈ ഒരു 3.5 മാസത്തിനുള്ളിൽ എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് ആണ് ഈ 925 രൂപ. അത് പലപ്പോഴായി 50 കോയിനും 100 കോയിനും 200 കോയിനും 300 കോയിനും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവർ ഒരു റെഫറൻഡ് ഏൺ പ്രോഗ്രാമും കൂടി ചെയ്തു വരുന്നുണ്ട്. അതുപോലെ നിങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അറിയുന്ന ആൾക്കാർക്കോ വല്ലതും ഷെയർ ചെയ്ത് അവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അവർ മിനിമം 200 രൂപയുടെ മുകളിലുള്ള ഒരു ബിൽ പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് 1000 കോയിൻസ് ക്രെഡിറ്റ് ആവുന്നതാണ്. അതായത് 1000 കോയിൻസ് എന്ന് പറയുമ്പോൾ 100 രൂപയായി. സോ ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎം ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇതിൽ എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു UPI ആപ്ലിക്കേഷൻ കൂടിയാണ് നാവി എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ 4.3 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. 53 MB ആണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ സൈസ് എന്ന് പറയുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷന്റെ റിവ്യൂ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഫോളോ ഫോർ